ആ നമസ്കാരം. ആ എന്ത് വേണം? ശ്യാമള. പേര് ചോദിച്ചില്ല. OP ടൈം കഴിഞ്ഞു, നാളെ വാട്ടോ. ചേന്നമംഗലത്ത് നിന്ന് തന്നെ. കുട്ടി ചക്കെന്ന് ചോദിക്കുമ്പോ കൊക്കെന്ന് പറയുന്നത് എന്താ? മൂക്കിന് കുഴപ്പമൊന്നുമില്ല. എന്നെ ഒന്ന് സഹായിക്കണം ഡോക്ടറെ. അതെ, OP ടൈം കഴിഞ്ഞു, നാളെ വരും. ഇല്ല മാഡം, 11ാമത്തെ വയസ്സിലൊരു ചെവിയിലൊരു വണ്ട് കയറിപ്പോയതാ. അതിനു മുമ്പ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 11ാമത്തെ വയസ്സിൽ കയറിയ വണ്ടാണെങ്കിലേ അത് ചെവിയുടെ ഉള്ളിൽ പെറ്റി പെരുകിട്ട് ഒരുപാടായി കാണും. ഇത് നമുക്ക് സർജറി നടത്തണം. അല്ല ഡോക്ടറെ, കേറിപ്പോയത് ആണുവണ്ടാണെങ്കിലോ? മുട്ടയിടുന്ന ആൺവണ്ടുകളുണ്ട്. ഓ പിന്നില്ലേ. എന്നാ സർജറി നടത്തണം. പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഓഫീസിലെ ഒരു അപേക്ഷ കൊടുക്കാനാ. ഒരു ജോലിക്ക് വേണ്ടിട്ടാ സാറേ. വരുമാനമൊക്കെ തീരെ കുറവാ. ഞങ്ങൾക്കും വരുമാനം അല്പം കുറവാ. അതുകൊണ്ടാ സർജറി വേണോന്ന് ചോദിച്ചത്. ഇല്ല സാറേ, ഈ കേൾവി കുറവുള്ളതുകൊണ്ടിട്ട് വന്ന ആലോചനയൊക്കെ മുടങ്ങിപ്പോയി. ഡോക്ടറെ, ഇതൊന്നും നടക്കൂല. നമുക്ക് ആംഗ്യത്തിൽ ചോദിക്കാം. അതാ നല്ലത്. അതൊക്കെ അച്ഛനോട് ചോദിക്കണം. ഇനി മാഡം ചോദിക്ക്. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ അച്ഛനോട് ചോദിക്കാതെ എനിക്കൊന്നും പറയാൻ പറ്റൂല. ഇനി ചോദിക്കണ്ട. ഒരു കാര്യം ഞാൻ എഴുതി ചോദിക്കാം. കുട്ടിക്ക് എന്താണ് വേണ്ടത്? കുട്ടിക്ക് എന്താണ് വേണ്ടത്? എനിക്കൊരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. 40% കൂടുതൽ കേൾവി കുറവുണ്ടെന്നുള്ളത്. PSCക്ക് അയക്കാൻ വേണ്ടിട്ടാ. എന്നാൽ ആ വിവരം പറയേണ്ട ശ്യാമളെ. അല്ലാതെ പെരമേഞ്ഞോ എന്ന് ചോദിക്കുമ്പോ പെരുന്തൽമണ്ണ നല്ല മഴയാണെന്ന് പറഞ്ഞ് എങ്ങനെ ഉണ്ടാവും? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇതൊക്കെ നിങ്ങളുടെ അഭിനയമല്ലെന്ന് ഞങ്ങൾ എങ്ങനെ അറിയും? ഇല്ലാത്ത കാര്യത്തിന് സർട്ടിഫിക്കറ്റ് തന്നാലേ ജയിലിൽ പോയി കിടന്ന് ഉണ്ട തിന്നേണ്ടി വരും. ഉണ്ട. എനിക്കൊന്നും മനസ്സിലാവണില്ല സാറേ. തേങ്ങടാ മൂട്. ഫീസ് തരണം. എത്ര തന്നെ സാറേ? 10,000. 10,000? ചുമ്മാതല്ലോ, സർക്കാർ ജോലിക്ക് വേണ്ടിയല്ലേ. കുറച്ച് പൈസയൊക്കെ ചെലവാക്ക്. സാറേ എഴുത്. തന്നാൽ തരാം, ഇല്ലെങ്കിൽ ഇല്ല. തന്നാ തരാം, ഇല്ലെങ്കിൽ ഇല്ല. എനിക്ക് എന്തായാലും അച്ഛനോടൊന്ന് ചോദിക്കണം. എന്നാ ശ്യാമള പോയിട്ട് അച്ഛനോടും അമ്മയോടൊക്കെ ചോദിച്ചിട്ട് പിന്നെ വരൂ കേട്ടോ. എന്താ എന്തൊരു കഷ്ടാണ്. എന്ത് ചെയ്യും ചോദിക്കും. എന്തേലും പറഞ്ഞു വിട്. പോയിക്കോളൂ. പോയിട്ട് പിന്നെ വന്നാ മതി.